നമസ്കാരം. അല്പസമയം മുമ്പ് ഒരു പുള്ളിക്കാരൻ എന്നെ കണ്ട് ചോദിച്ചു, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ എന്തെങ്കിലും വീഡിയോ ചെയ്യുന്നുണ്ടോ എന്ന്. രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വലിയ താല്പര്യമില്ലെങ്കിലും നമ്മുടെ സംസ്ഥാനത്തെ ഭരണം മാറിയ സ്ഥിതിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അതിലൊന്നാമത്തേത്, നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥികളെ നമ്മുടെ ജനം തോൽപ്പിച്ചു. ആ 2 പേരെയും തോൽപ്പിച്ചതിന് നമ്മുടെ കേരളത്തിലെ സകല ജനങ്ങളോടും ഞാൻ നന്ദി പറയുകയാണ്. അതിലൊന്നാമത്തെ ആൾ KB ഗണേഷ് കുമാർ, പത്തനാപുരം. രണ്ടാമത്തെ ആൾ ഒരുപക്ഷെ ഇപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഇത്രയേറെ ദയനീയമായ തോൽവിക്ക് കാരണക്കാരിയായ സ്ത്രീ എന്ന് പറയാവുന്ന വീണ ജോർജ്. അവരെയും ജനം തോൽപ്പിച്ചു. നമ്മുടെ നാട്ടിലെ ജനങ്ങളിൽ വളരെ വലിയൊരു വിഭാഗത്തിന് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലെങ്കിലും അതറിയാവുന്ന ഒരു വിഭാഗം അവിടെയുണ്ട്. അവരാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ആര് ജയിക്കണം എന്ന് തീരുമാനിച്ചത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ഇത്തവണ നടന്ന തെരഞ്ഞെടുപ്പ് ശരിയായ രീതിയിൽ തന്നെ നടന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം കുറേയേറെ നാളായിട്ട് സംശയത്തിൻ്റെ നിഴലിലാണ്. എന്നാൽ ആ സംശയങ്ങളെല്ലാം പല കോണിൽ നിന്നും പലരും ഉന്നയിച്ച് സുതാര്യമായിട്ട് തെരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ വളരെ വലിയ തിക്തഫലമുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായത് ഇപ്പോൾ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണങ്ങൾ എന്നേക്കാൾ നന്നായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കറിയാം. ഒരുപാട് കാരണങ്ങൾ പറയാനുണ്ട്. അതിൽ പരമപ്രധാനമായ കാരണം, നമ്മുടെ സംസ്ഥാനത്ത് പഠിച്ച്, അതായത് വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുന്ന യുവതി യുവാക്കൾക്ക് ഇന്നും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും അന്യ സംസ്ഥാനങ്ങളിലേക്കോ വിദേശ രാജ്യങ്ങളിലേക്കോ പോയെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്ന സാഹചര്യമാണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇടതുപക്ഷ മുന്നണിയോടെ ഭരിച്ചിട്ട് നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ അല്പം പോലും കൂടിയിട്ടില്ല. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് തന്നെ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസം കൊടുക്കുന്നു എന്ന ഒരേ ഒരു കാരണം കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന പല ജോലികളും അവർ ചെയ്യുന്നുമില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പുറത്തു നിന്നും വന്ന് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 40-50 ലക്ഷത്തോളം തൊഴിലാളികൾ പുറത്തു നിന്ന് വന്ന് നമ്മുടെ സംസ്ഥാനത്ത് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്, അന്യ സംസ്ഥാന തൊഴിലാളികൾ. ഈ ജോലിയൊക്കെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഏത് വശാലായാലും ശരി, ഇവരെല്ലാം സ്കൂളിൽ പറഞ്ഞു വിടുന്നത് കൊണ്ടും കോളേജുകളിൽ വിടുന്നത് കൊണ്ടും ഉന്നത വിദ്യാഭ്യാസം ചെയ്യിക്കുന്നത് കൊണ്ടും അത്തരത്തിലുള്ള ജോലികൾക്ക് പോകാൻ അവർക്ക് മനസ്സ് വരുത്തില്ല. അവരുടെ കുറ്റമല്ല. കാരണം അവർ പ്രതീക്ഷിക്കുന്നത് കുറച്ച് മെച്ചപ്പെട്ട ഒരു ജീവിതമാണ്, ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ജോലി ചെയ്യാനുള്ള താല്പര്യം അതുകൊണ്ട് തന്നെ അവർക്ക് ഇല്ലാതാകുന്നു. അത്തരത്തിലുള്ള യുവതീ യുവാക്കൾക്ക് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിൽ കിട്ടാനുള്ള യാതൊരു വിധമായിട്ടുള്ള സാഹചര്യങ്ങളും ഈ സർക്കാരിനെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കണ്ടത്, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഈ സർക്കാരും ചെയ്തുകൊണ്ടിരുന്നത്. അതായത് കടം വാങ്ങി ഷോ കാണിക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ സ്വന്തം പോക്കറ്റിൽ പണമില്ലാതെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് വീട് വെക്കുകയും കാറ് വാങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവസാനം അവർക്കത് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബാങ്കുകാർ അവരുടെ വീട് ജപ്തി ചെയ്യുന്നു, സ്ഥലം കണ്ടുകെട്ടുന്നു. അവസാനം അവർ അവിടെ നിന്നും മറ്റെവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സ്ഥലം മേടിച്ച് ജീവിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവർ ഇത്ര വലിയ വീടുണ്ടാക്കിയത്? എന്തിനു വേണ്ടിയാണ് അവർ പണം കടം വാങ്ങി കാർ മേടിച്ചത്? നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി. ഇത് തന്നെയായിരുന്നു ഇടതുപക്ഷ മുന്നണി സർക്കാരും ചെയ്തുകൊണ്ടിരുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി ഇറങ്ങിപ്പോകുന്ന സമയത്ത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 1,62,000 കോടി രൂപയോ മറ്റോ ആയിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള കടം. 2014 കാര്യമാണ് പറയുന്നത്, 14 2016 കാര്യം. അപ്പോൾ 2016 1,62,000 കോടി രൂപയായിരുന്നു നമ്മുടെ പൊതുകടമെങ്കിൽ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ 10 കൊല്ലം ഭരിച്ച ശേഷം അത് ഏതാണ്ട് 6 ലക്ഷം കോടിയായി എന്ന് കോൺഗ്രസ് പറയുന്നു. 5 ലക്ഷം കോടിയോളമായിട്ടുണ്ട് എന്നുള്ളത് മറ്റ് ചില റിപ്പോർട്ടുകളിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ
6 ലക്ഷം കോടിയായാലും 5 ലക്ഷം കോടിയായാലും ശരി, ഈ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പിടിപ്പികേടായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതുതന്നെയാണ്. കടം വാങ്ങി മാത്രം ഭരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ. കടം വാങ്ങി അങ്ങനെ ഭരിച്ചിട്ട് ഒരുപാട് ധൂർത്തും അവർ നടത്തുന്നുണ്ട്. കടം വാങ്ങി ചെയ്യുന്ന യാതൊന്നും തന്നെ ഒരു ശരിയായിട്ടുള്ള ഭരണമല്ല. കടം വാങ്ങി ഞങ്ങൾ വികസനം നടത്തി എന്ന് പറഞ്ഞാൽ അതിലെങ്കിൽ യാതൊരു അർത്ഥവുമില്ല. കടം വാങ്ങി അല്ല വികസിക്കേണ്ടത്. ശരിക്കും നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൾ കണ്ടെത്തി വികസിപ്പിച്ച് നമ്മുടെ തന്നെ കാലിൽ നിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോയി നമ്മുടെ സംസ്ഥാനത്ത് തന്നെ റവന്യൂ ഉണ്ടാക്കിയെടുക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴികൾ കണ്ടെത്തണമായിരുന്നു. അങ്ങനെ യാതൊരു വഴികളും ഇവർ കണ്ടെത്തിയിട്ടില്ല. ഇവർക്കറിയാവുന്ന 1-2 വഴികളെന്ന് പറയുന്നത് ലോട്ടറി വിൽക്കുക, അതേപോലെ തന്നെ മദ്യത്തിൻ്റെ ടാക്സ് കൂട്ടുക, പിന്നെ ഏതിൻ്റെയൊക്കെ ടാക്സ് കൂട്ടാൻ പറ്റുമോ ആ ടാക്സ് കൂട്ടുക എന്നുള്ളത്. അത് ജനങ്ങളെ ഊറ്റിപ്പിഴിയുക. ഈ ഊറ്റിപ്പിഴിയുന്ന ജനങ്ങൾക്ക് ഇവിടെ പണം ഉണ്ടാക്കാൻ യാതൊരു വഴിയുമില്ല. നമ്മുടെ സംസ്ഥാനം യഥാർത്ഥത്തിൽ ആഡംബരത്തോടെ ജീവിക്കുന്നത് ഇവിടം ഭരിച്ച ഏതെങ്കിലും ഇന്നേ നിമിഷം വരെ നമ്മുടെ കേരളം ഭരിച്ച ഏതെങ്കിലും സർക്കാരിൻ്റെയോ രാഷ്ട്രീയക്കാരുടെയോ കഴിവുകൊണ്ടല്ല, കോൺഗ്രസ്സുകാരൻ്റെയോ CPM-കാരൻ്റെയോ BJP-യുടെയോ ആരുടെയും കഴിവുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്കോ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഷ്ടപ്പെട്ട് അവിടെ നിന്നും അയക്കുന്ന പണം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്ര ആഡംബരത്തോടെ ജീവിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എവിടെ നിന്നാണ് പണം? നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള വീടുകൾ എടുക്കുക. എത്രയെത്ര വീടുകളിൽ നിന്നാണ് വിദേശത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്കാരുള്ളത്? അവരയച്ചു തരുന്ന പണം കൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. ആ പണമാണ് നമ്മുടെ മാർക്കറ്റിൽ കിടന്ന് വട്ടം തിരിയുന്നത്. നമ്മളിവിടെ ചെലവഴിക്കുന്ന എല്ലാ പണവും, നമ്മുടെ മാർക്കറ്റിൽ ഉള്ള മുഴുവൻ പണവും 90%, 90% പണവും നമ്മൾ ഇവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്ത് പണം ഉണ്ടാക്കുന്നെങ്കിൽ പോലും ആ ബിസിനസ് പോലും നിലനിൽക്കുന്നത് പുറത്തു നിന്ന് വരുന്ന പണം കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് വിൽക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ, ഒരു പ്ലംബർ ജോലിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു ഓട്ടോറിക്ഷ ഓടുന്നുണ്ടെങ്കിൽ, ഒരു ടാക്സി ഓടുന്നുണ്ടെങ്കിൽ, ഇവർക്കെല്ലാം തന്നെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് വിദേശത്തോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്തോ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം, പെൻഷൻ മുതലായവ കിട്ടുന്നത് പോലും അവരുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സ്വന്തം കാലിൽ നിർത്താൻ യാതൊന്നും ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇത്രയേറെ കടത്തിൽ ജീവിച്ചിട്ടും ഇവർ കാട്ടിക്കൂട്ടിയ ആഡംബരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇതെല്ലാം ഇനിയും ഭരണത്തിൽ കയറാൻ പോകുന്ന സർക്കാരിന് ഒരു പാഠമായിരിക്കണം. കേരളത്തിലെ ജനങ്ങൾക്ക് വിവേകമില്ല എന്ന് ഒരിക്കലും ഇനി ആരും പറയില്ല. കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാക്കി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിച്ചത്. വളരെ അഭൂതപൂർവമായിട്ടുള്ള, അതായത് UDF പോലും ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ വിജയം അവർക്ക് കിട്ടിയത് ജനങ്ങളുടെ ആ തിരിച്ചറിവ് മൂലമാണ്. പിന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ പറഞ്ഞു, 2 സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ചതിന് കേരള ജനതയ്ക്ക് നന്ദിയുണ്ടെന്ന്. അതേപോലെ തന്നെ ഒരു സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചതിനും നന്ദി പറയണം. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, നിങ്ങൾക്കറിയാം, ശ്രീ ഉമ്മൻചാണ്ടിയുടെ മകനാണ്. അദ്ദേഹത്തിന് വളരെ വലിയ ഒരു ഭൂരിപക്ഷം നൽകിയാണ് കേരള ജനത വിജയിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ തിളക്കം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞാണ്, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഫ്ലക്സ് ഉപയോഗിച്ചിരുന്നില്ല, പോസ്റ്ററുകൾ ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു സൈക്കിളിൽ നാട് ചുറ്റിയാണ് എല്ലാ വോട്ടർമാരെയും കണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെയുള്ള ധൂർത്തുകൾക്കൊന്നും അനുകൂലമല്ല, പരമാവധി പണം ലാഭിച്ച്, അതായത് ചെലവഴിക്കാതെ ലാഭിച്ച് വീടില്ലാത്ത ആൾക്കാർക്ക്, സ്വന്തമായിട്ട് വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുപ്പിന് വേണ്ടി പണം ഒരുപാട് ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ട് ഞാൻ ജയിക്കുന്നെങ്കിൽ ജയിച്ചാൽ മതി, വോട്ട് കുറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് സാധാരണ, അതായത് നമ്മൾ സാമ്പ്രദായികമായിട്ട് കാണുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പ്രചരണ രീതി കേരള ജനതയ്ക്ക് കാണിച്ചു കൊടുത്ത് അതിലൂടെ അഭൂതപൂർവമായ, അതായത് ഉമ്മൻചാണ്ടിക്ക് പോലും നേടാൻ സാധിക്കാത്ത വിജയം നേടിയെടുത്ത ശ്രീ ചാണ്ടി ഉമ്മനെ വിജയിപ്പിച്ചതിനും കേരള ജനതയോട് എനിക്ക് നന്ദി പറയാനുണ്ട്. ഇനി വരാൻ പോകുന്ന, അതായത് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇനിയും വരാൻ പോകുന്ന സർക്കാർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് ഈ സർക്കാർ നശിപ്പിച്ച ആരോഗ്യ മേഖലയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ ഇത്രയധികം നശിപ്പിച്ച ഒരു സർക്കാർ വരെ ഉണ്ടായിട്ടില്ല. ഇത്രയധികം നശിപ്പിച്ച ഒരു ആരോഗ്യമന്ത്രി വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ തോന്നൽ ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്ര ദയനീയമായ തകർച്ചയ്ക്ക് കാരണം നമ്മുടെ ആരോഗ്യ മേഖലയുടെ തന്നെ തകർച്ചയാണ്. നമ്മുടെ ആരോഗ്യ മേഖല സമ്പൂർണ്ണമായിട്ട് തകർത്ത് കളഞ്ഞ ഒരു സർക്കാരാണ് ഇപ്പോൾ പടിയിറങ്ങാൻ പോകുന്നത്. സമ്പൂർണ്ണമായിട്ട് തകർത്ത ഒരു ആരോഗ്യമന്ത്രിയായിരുന്നു ഈ കേരളത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർക്കത് മനസ്സിലായിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം
നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഏറ്റവും വലിയ സ്വത്താണ്. ആരോഗ്യം പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല. എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യം ചില വിദേശ കുത്തകൾക്ക് തീരെഴുതി കൊടുക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ആശുപത്രികളെ ദുർബലപ്പെടുത്തിയ, നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നിരവധി ചികിത്സാ പിഴവുകളും നിരവധി ചികിത്സാ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ മേഖലയെ ബോധപൂർവമായിട്ട് തകർക്കാൻ, അതായത് വിദേശത്ത് നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് അമേരിക്കയിൽ നിന്നും ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വന്ന് കോടിക്കണക്കിന് പണം ഇൻവെസ്റ്റ് ചെയ്ത് അവർ ഹോസ്പിറ്റൽ ബിസിനസ് നടത്താൻ നോക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നമ്മുടെ സർക്കാർ ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ തകരണം. അവിടെ ശരിയായിട്ടുള്ള ചികിത്സ കിട്ടാതെ വന്നെങ്കിൽ മാത്രമേ ഇവരുടെ 5 സ്റ്റാർ ആശുപത്രികളിലേക്ക് ജനങ്ങൾ പണവുമായിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അത്തരക്കാർക്ക് തടിച്ചു ഒഴുക്കാൻ വേണ്ടി എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്ത ഒരു ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പടിയിറങ്ങിപ്പോകുന്നത്. എൻ്റെ ഒരു അനുമാനം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സ്ത്രീയുടെ പ്രവൃത്തിയാണ് ഇവരുണ്ടാക്കിയിട്ടുള്ള പൊതുജനാരോഗ്യ നിയമം, അതേപോലെ തന്നെ ഇവർ സർക്കാർ ആശുപത്രികളെ മനഃപൂർവ്വം തകർക്കാനായിട്ട് നടത്തിയ ശ്രമങ്ങൾ, ഇതൊക്കെയാണ് ജനങ്ങളെ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും അകറ്റിയത്. അതുകൂടാതെ മറ്റ് പല കാര്യങ്ങളും ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന നമ്മുടെ സർക്കാർ ആശുപത്രികൾ എത്ര കണ്ട് മെച്ചപ്പെട്ടിരിക്കുന്നു, അവിടെ എത്ര കണ്ട് ഫെസിലിറ്റീസ് ഉണ്ടോ അത്ര കണ്ട് നമ്മുടെ ആൾക്കാർക്കൊരാശ്വാസമുണ്ട്. എന്നാൽ അവരെയൊക്കെ അവിടെ നിന്നും നേരെ 5 സ്റ്റാർ ആശുപത്രികളിലേക്ക് നിർബന്ധപൂർവ്വം പറഞ്ഞുവിടത്തക്ക രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. അതായത് വിദേശത്ത് നിന്നും ഇവിടെ നിന്ന് പണം മുടക്കി വലിയ വലിയ ആശുപത്രികൾ സ്വന്തമാക്കി അതിലൂടെ ചികിത്സാ കച്ചവടം നടത്താൻ ഇരിക്കുന്ന അമേരിക്കൻ കമ്പനികൾക്ക് കൂടുതൽ ബിസിനസ് കിട്ടാൻ വേണ്ടി നമ്മുടെ സ്വന്തം ആരോഗ്യ മേഖലയെ തകർത്ത് അവർക്ക് പണമുണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ജനങ്ങൾ എന്ന് പറയുന്നത് വെറും പൊട്ടന്മാരാണെന്നും അവരൊന്നും അറിയുന്നില്ലെന്നും ഒക്കെ ആയിരിക്കും ഒരുപക്ഷെ പിണറായിയും വീണയും ഒക്കെ ധരിച്ചത്. പക്ഷേ ജനങ്ങളെല്ലാം അറിയുന്നുണ്ട്, ജനങ്ങൾക്കെല്ലാം അറിയാം. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ജനങ്ങൾ എന്തറിഞ്ഞാലും ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ ഉണ്ടാക്കാവുന്നതിൻ്റെ അപ്പുറത്തെ പണം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി എന്ത് വന്നാലും ജനങ്ങൾ അനുഭവിക്കാതിരിക്കുമോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ധാരണ. എന്ത് തന്നെയായാലും ശരി, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാഷ്ട്രീയം പ്രധാനമാണെങ്കിൽ, ജനങ്ങളുടെ വിശ്വാസം പ്രധാനമാണെങ്കിൽ അതിപ്പോൾ നിങ്ങൾക്കില്ല, അത് നഷ്ടപ്പെട്ടു പോയി. അത് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് ഇപ്പോൾ ഈ UDF-ന് ഇത്ര വലിയൊരു മികച്ച വിജയം കിട്ടിയത്. ഒരിക്കലും UDF-ൻ്റെ എന്തെങ്കിലും ഗുണം കൊണ്ടല്ല, മറിച്ച് ഇടതുപക്ഷത്തിൻ്റെ അങ്ങേയറ്റം മോശപ്പെട്ട ഭരണരീതി കൊണ്ട് തന്നെയാണ് UDF-ന് ഇത്ര വലിയ ഒരു വിജയമുണ്ടായത്. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളെ ജനങ്ങൾ വെറുത്തു, എന്തുകൊണ്ട് ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞ് ഒരു തിരുത്തലിന് തയ്യാറായി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു തിരിച്ചുവരവിന് നിങ്ങൾക്ക് സാധ്യതയുണ്ട്. എന്തായാലും ശരി, വിജയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ സ്വഭാവ രീതികൾ നോക്കി കൃത്യമായിട്ട് തന്നെ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുകയും പരാജയപ്പെടുത്തുകയും ചെയ്ത ജനങ്ങൾക്ക് ഒന്നടങ്കം എൻ്റെ നന്ദി. താങ്ക് യു.